ഭാഗ്യശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിഷ്ണുവിന് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ചന്ദ്രബോസ് വിഷം കലർത്തിയതാണെന്നും അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ശാലിനി ഒരു പെൺഡ്രൈവ് കോടതി സമർപ്പിക്കുകയാണ്. ഈ സമയം ജഡ്ജി അതൊക്കെ ലാപ്ടോപ്പിൽ കുത്തി പരിശോധിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം അമീറിൻ്റെ അരികിൽ ചെന്ന് അർജുൻ പറയണേ, ഞാനേ കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാണ് വക്കീലായത്, അല്ലാതെ മിസ്റ്റർ അമീറിനെ പോലെ ഷർട്ടിൻ്റെ പോക്കറ്റിലും കാലിൻ്റെ ഇടയിലും മറ്റും തുണ്ടുവെച്ചല്ല. പിന്നെ അമീറിൻ്റെ പേരിൽ കഴിഞ്ഞ തവണ ഒരു കേസ് ഉണ്ടായില്ലേ, അല്ല ആ കേസൊക്കെ ഇപ്പോൾ സോൾവ് ആയോ? ഞാൻ ചുമ്മാ ചോദിച്ചതന്നേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അമീറിന് ഓരോന്ന് പറഞ്ഞ് കളിയാക്കി അർജുനോട് പോയിരിക്കുവാണ്. ഈ സമയം ശാലിനി ആ ഒരു വീഡിയോയുടെ തെളിവ് കിട്ടിയത് എങ്ങനെയാണെന്ന് ഓർക്കുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് പോലീസ് സ്റ്റേഷനിലാക്കിയതിന് ശേഷം ശാലിനി കാണാൻ വന്നിട്ടുണ്ടായല്ലോ. അങ്ങനെ വിഷ്ണുവുമായിട്ട് സംസാരിച്ച് കാറിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നിരുന്നൊരു പോലീസുകാരൻ ശാലിനിയെ വിളിക്കുവാണ്. കുറച്ചങ്ങോട്ട് മാറി നിന്നൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ശാലിനിയെ മാറ്റി നിർത്തി അയാൾ സംസാരിക്കുക. മാഡം, ഇവിടെ നടന്ന ഒരു കാര്യമാണ്. ഈ കാര്യം ഞാൻ മാഡത്തെ അറിയിച്ചെന്ന് ഒരു കാരണവശാലും ACP സാർ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അയാൾ എന്നെ പിന്നെ ജീവനോട് വെച്ചേക്കില്ല. അങ്ങനെ പറഞ്ഞ് ആ ഒരു പോലീസുകാരൻ അയാളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണിക്കുവാണ്. വിഷ്ണുവിനായിട്ട് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ചന്ദ്രബോസ് വിഷം കലർത്തുന്ന വീഡിയോ ഉണ്ടോ ഇത്. അങ്ങനെ ആ കാഴ്ച കണ്ടിട്ട് ശാലിനി അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഈ സമയം ആ പോലീസുകാരൻ പറയണേണ്, മാഡത്തിൻ്റെ ഭർത്താവിൻ്റെയും സ്നേഹം കണ്ടപ്പോൾ എനിക്കിതൊന്നും പൂഴ്ത്തി വെക്കാനോ നശിപ്പിച്ച് കളയാനോ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിത് മാഡത്തിനെ ഏൽപ്പിച്ചത്. അന്നേരം ശാലിനി പറയണേ, എന്താണെങ്കിലും നിങ്ങൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതുപോലെ ക്രിമിനലായിട്ടുള്ള ഒരു പോലീസുകാരൻ ഇനി ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട. നിങ്ങളുടെ പേരെന്താണെന്നെങ്കിലും ഒരു സ്ഥലത്തും ഞാൻ പറയില്ല. ധൈര്യമായിട്ടിരിക്കും. ഇത് കളക്ടറായിട്ടുള്ള ഞാൻ തരുന്ന വാക്കാണ്. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ ശാലിനി. ഇതേസമയം ജഡ്ജിയാണെങ്കിൽ ഈ വീഡിയോ കാണുവാണ്. അത് കാണുന്നതോടെ ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമാകുവാണ് കേട്ടോ. ഈ സമയം ജഡ്ജി പറയുവാണ്, ACP ചന്ദ്രബോസിനെയും സാക്ഷിപ്പട്ടികയിൽ 9ാം സ്ഥാനത്തുള്ള മധുശ്രീയെയും പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നതായിട്ട് ഈ കോടതി അറിയിക്കുന്നു. ഇനി ഡിഫൻസ് വക്കീലിന് അവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചന്ദ്രബോസിനെ പ്രതി കൂട്ടി കയറ്റി നിർത്തുവാണ്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ ചന്ദ്രബോസിനെ നല്ല ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുവാണ്ടോ. അന്നേരം ചന്ദ്രബോസ് ആണെങ്കിൽ ആദ്യം നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കുമായിരിക്കും. ഈ സമയം അർജുൻ പറയണേണ്, ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങൾ തങ്ങൾക്ക് സംരക്ഷണം കിട്ടാനും നീതി കിട്ടാനും വേണ്ടി ഓടിച്ചെല്ലുന്നത് പോലീസുകാരുടെ അരികിലേക്കാണ്. ആ പോലീസുകാരൻ തന്നെയാണ് ഇത്രയും വലിയൊരു ഹീനകൃത്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക, തട്ടിക്കൊണ്ടുപോയി വെക്കുക, തടങ്കലിൽ പാർപ്പിക്കുക, ജയിലിൽ കിടക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾക്ക് വിഷം കലർത്തി കൊടുക്കുക, അയാളെ കൊല്ലാൻ ശ്രമിക്കുക, കള്ളത്തെളിവുകൾ സൃഷ്ടിച്ച് അയാളുടെ തലയിൽ ഒരു കൊലക്കുറ്റം തന്നെ കെട്ടിച്ചമച്ച് വെക്കുക. ഇങ്ങനെയുള്ള പോലീസുകാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നാണക്കേടാണ്. ഇവിടെ ബോധിപ്പിച്ച തെളിവുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ മധുശ്രീയും ACP ചന്ദ്രബോസും കുറ്റക്കാരാണെന്ന് തെളിവായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് പരമാവധി ശിക്ഷ തന്നെ നൽകി. എൻ്റെ കക്ഷിയായ വിഷ്ണുവിനും കുടുംബത്തിനും നീതി നടപ്പാക്കി കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അർജുൻ വാദിക്കുവാണ്. ഈ സമയം ജഡ്ജി ചോദിക്കുക, അല്ല വാദിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലെന്ന് അമീർ എണീറ്റ് എന്നിട്ട് പറയുവാണ്ടോ. ഈ സമയം ജഡ്ജി വിധി പറയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അർജുൻ അമീറിൻ്റെ അരികിൽ പോയി പറയണേണ്, അതെ പണ്ട് കുറച്ച് നാൾ മുമ്പ് ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ടായില്ലേ, മസനഗുഡി വഴി ഊട്ടിക്ക്. അമീർ സാറും അങ്ങനെ എങ്ങോട്ടെങ്കിലും വിട്ടോ, മസനഗുഡി വഴി ഊട്ടിക്കോ അന്റാർട്ടിക്കോ ഒക്കെ. ഇതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങനെ അർജുൻ തൻ്റെ കസേരയിൽ പോയിരുന്ന വിഷ്ണുവിനെ നോക്കിയിട്ട് എല്ലാം നമുക്ക് അനുകൂലമാണെന്നുള്ള രീതിയിൽ വിഷ്ണുവിന് ഇങ്ങനെ ധൈര്യം കൊടുക്കുവാണ്. ഈ സമയം ജഡ്ജി വിധി പറയുവാണ് കേട്ടോ. ഇവിടെ നിർത്തിയ തെളിവുകളുടെ മറ്റു അടിസ്ഥാനത്തിൽ ACP ചന്ദ്രബോസിൻ്റെയും മധുശ്രീയുടെയും ചതിയിലകപ്പെട്ട് അവർക്കിരയായിട്ട് മാറിയതാണ് വിഷ്ണു എന്ന് ഈ കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ആയതിനാൽ തന്നെ നിരപരാധിയായ വിഷ്ണുവിനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുവാണ്. ഇത് കേൾക്കുന്നതും എല്ലാവർക്കും സന്തോഷമാകുവാണ് കേട്ടോ. ബാമക്കും ശാലിനിക്കും വിഷ്ണുവിനും എല്ലാവർക്കും സന്തോഷമാകുവാണ്. അന്നേരം ജഡ്ജി പറയണേ, മാത്രമല്ല കാർത്തിക എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, തടവിൽ പാർപ്പിക്കൽ, സംഘം ചേർന്നുകൊണ്ട് മറ്റൊരു നിരപരാധിയെ പ്രതിയാകൽ, സ്റ്റേഷനിൽ കിടന്നിരുന്ന പ്രതിക്ക് വിഷം കലർത്തി കൊടുക്കൽ, അങ്ങനെയുള്ള കുറ്റങ്ങളെല്ലാം ചെയ്ത മധുശ്രീക്കും ചന്ദ്രബോസിനും ഈ കോടതി തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യും. മധുശ്രീയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനായിട്ട് ഈ കോടതി ഉത്തരവിടുന്നു. ACP ചന്ദ്രബോസിനെ നല്ല നടപ്പിന് വേണ്ടിയിട്ട് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുവാനും 14 ദിവസം റിമാൻഡിലാക്കാനും ഈ കോടതി ഉത്തരവിടുന്നു. അത് കേട്ടിട്ട് ചന്ദ്രബോസും മധുശ്രീയും ആകെ തകർന്ന പോലെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയം ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവൊക്കെ. അന്നേരം വിഷ്ണു ചന്ദ്രബോസിൻ്റെ അരികിലേക്ക് നീങ്ങി എന്നിട്ട് പറയണേ, എന്താണെങ്കിലും പോലീസ് ഉപ്പായം പോയല്ലോ, 14 ദിവസമല്ലേ, അത് ഞാൻ വെയിറ്റ് ചെയ്യാം, തീർക്കാനായിട്ട് കുറേ കടം ബാക്കിയുണ്ടല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചന്ദ്രബോസിനോട് പറയുവാണ്. അതൊക്കെ കേട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ ചന്ദ്രബോസ്. പിന്നീട് കാണിക്കുന്നത് കോടതിയൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് സംസാരിക്കുന്ന വിഷ്ണുവിനെ ശാലിനിയുമാണ്. വിഷ്ണു ശാലിനിയുടെ കയ്യിൽ ഇങ്ങനെ കോർത്ത് പിടിക്കുവാണ്. ഈ സമയം ശാലിനി പറയണേ, അങ്ങനെ നമ്മൾ ജയിച്ചു വിഷ്ണു ഏട്ടാ. ആ സമയം വിഷ്ണു പറയണേ, നമ്മളല്ല, താനാ ജയിച്ചത്, താനാ എന്നെ ജയിപ്പിച്ചത്.
ആ സമയം ശാലിനി പറയണേ, ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ എന്തൊരു സപ്പോർട്ടായിട്ട് അർജുനേട്ടനുണ്ടായിരുന്നു. പിന്നെ ദാ എൻ്റെ സഹപ്രവർത്തക അനു. എന്ത് കാര്യം വിളിച്ചു പറഞ്ഞാലും അതിൻ്റെ ഫോളോ അപ്പ് അനു കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാ പല തെളിവുകളും നമുക്ക് കിട്ടിയത്. എല്ലാം ഇപ്പോൾ കലങ്ങി തെളിഞ്ഞു. എൻ്റെ വിഷ്ണുവേട്ടൻ പുറത്തിറങ്ങിയല്ലോ, സന്തോഷം എനിക്ക്. ഈ സമയം കാർത്തികയും അവരുടെ അരികിലേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ കാർത്തിക രണ്ടാളുടെയും മുമ്പിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് ക്ഷമ പറയുവാണ്. വിഷ്ണുവേട്ടാ, ശാലിനി, രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ തമ്മിൽ അകറ്റാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തു എന്നല്ല, ചെയ്യിപ്പിക്കുമായിരുന്നു അതൊക്കെ. അതെല്ലാം നിങ്ങൾ മറക്കണം, എന്നോട് ക്ഷമിക്കണം. ശാലിനി, നീയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോട് കൂടി നിൽക്കില്ലായിരുന്നു. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും മറന്ന് നീ എന്നെ രക്ഷിച്ചു. അന്നേരം ശാലിനി പറയണേണ്, എൻ്റെ വിഷ്ണുവേട്ടനെ രക്ഷിക്കാൻ നീ കോടതിയിലെത്തിയേ പറ്റൂ. അങ്ങനെ ഞാൻ നിന്നെ രക്ഷിച്ച് കോടതി കൊണ്ടുവന്നു. നിനക്കിനി നല്ലൊരു ജീവിതമുണ്ട്. ഹർഷൻ നല്ലൊരാളാണ്. നീയും ഹർഷനും കൂടി ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അന്നേരം കാർത്തിക പറയണേ, സത്യം പറയാലോ, ഞാൻ നിങ്ങളെ രണ്ടുപേരെ റോൾ മോഡലായിട്ട് എടുത്തിരിക്കുന്നത്. എത്ര അകന്നിരുന്നാലും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അതിന് ഒരു കുറവും വന്നിട്ടില്ല. അത് കണ്ട ഞാൻ അതൊരു പാഠമാക്കി വെച്ചിരിക്കുക. ഞാനും ഹർഷനും നിങ്ങളെപ്പോലെ തന്നെ നന്നായിട്ട് ജീവിക്കും. ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ രണ്ടാളെയും വിളിക്കും. രണ്ടാളും കൂടി ഒന്നിച്ച് തന്നെ വരണം. അന്നേരം ശാലിനി പറയണേ, ഞങ്ങൾ എന്താണെങ്കിലും കാർത്തികയുടെ കല്യാണത്തിന് വന്നിരിക്കും. പക്ഷേ ഞങ്ങൾ എവിടെയായിരിക്കുമെന്നറിയില്ല. സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇനി കണ്ടാലേ അറിയാൻ പറ്റൂ. എന്താണെങ്കിലും എവിടെയാണെങ്കിലും കാർത്തികയുടെ വിവാഹത്തിന് ഞങ്ങൾ എത്തിയിരിക്കും. ഈ സമയം അർജുൻ വന്ന് വിഷ്ണുവിനെ വിളിക്കുക. കുറച്ച് പ്രൊസീജിയേഴ്സും കൂടി ബാക്കിയുണ്ട്. അങ്ങനെ വിഷ്ണു കാർത്തികയോടും ശാലിനിയോടും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കാർത്തികയും ശാലിനിയും കൂടി സംസാരിച്ച് നിൽക്കുമായിരിക്കും. അന്നേരമായിരിക്കും ഭാമയും രോഹിത്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഭാമയെ കാണുന്നതും കാർത്തിക പോയി ചെന്ന് ഭാമയുടെ കാലിലൊക്കെ വീണ് മാപ്പ് പറയുവാണ്. ഈ സമയം ഭാമ ചോദിക്കുക, മോളെ മധുശ്രീ കുറേ ഉപദ്രവിച്ചു അല്ലേ? അന്നേരം കാർത്തിക പറയണേ, അതെ, കുറേ നാൾ അവൾ എന്നെ കളിപ്പാവയാക്കി വെച്ചിരിക്കുമായിരുന്നു. പിന്നീട് ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ലോകത്ത് തന്നെ ഇല്ലാതിരുന്നാലേ അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തോന്നിക്കാണും. ഈ സമയം ഭാമ പറയണേ, എന്തൊക്കെയായിരുന്നാലും നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. നിന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരൂ. അന്നേരം കാർത്തിക പറയണേ, ഇനി സത്യം ഇഷ്ടപ്പെടേണ്ടത് ശാലിനിയാണ്. ഞാൻ ആ വീട്ടിലേക്ക് വന്നു കയറിയത് സത്യമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ്. ഇപ്പോൾ പോകുമ്പോഴും അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പറഞ്ഞ കാലിലൊക്കെ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എനിക്ക് സത്യാമ്മയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ വലിയ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി തലയെടുപ്പോട് കൂടി നിൽക്കുന്ന സത്യാമ്മയുടെ ആ മുഖം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും. അത് മാത്രം മതി എനിക്ക്. ശാലിനി, എന്നാ ഞാൻ ചെല്ലട്ടെ? അങ്ങനെ പറഞ്ഞ കാർത്തിക് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സത്യഭാമ ഇങ്ങനെ ശാലിനിയെ നോക്കുവാണ്. ശാലിനിയും ഭാമയെ നോക്കുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു മടിയുള്ള പോലെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ ശാലിനിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. എന്തായി? കോടതിയിലെ കാര്യങ്ങളൊക്കെ എന്തായിന്നറിയാതെ ഒരു സമാധാനമില്ല. അന്നേരം ശാലിനി പറയണേ, അമ്മേ, വിഷ്ണുവേട്ടനെ വെറുതെ വിട്ടു. കോടതിയിൽ ഞാൻ കാർത്തികയെ കൊണ്ടുവന്നു. അവൾ സത്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിനെല്ലാം പുറകിൽ ചന്ദ്രബോസ് മധുശ്രീയായിരുന്നു. എല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടു. വിഷ്ണുവേട്ടൻ ഇപ്പോൾ പുറത്തിറങ്ങി. അതേക്കുന്നത് ശാരദക്ക് സന്തോഷമാവുക. സത്യമായി ഇപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ. എല്ലാം കളങ്ങി തെളിഞ്ഞില്ലേ? അതെ അമ്മേ, എനിക്കിവിടെ കുറച്ച് പ്രൊസീജിയേഴ്സും കൂടി ബാക്കിയുണ്ട്. ഞാൻ അമ്മയെ പിന്നെ വിളിക്കാം. നീ ഇനി വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെങ്കിലും വിഷ്ണു പുറത്തിറങ്ങിയല്ലോ. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ശ്വാസം നേരെ വീണു. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞാൽ കോള് കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വീടിന് പുറത്ത് വിഷ്ണുവിനെ കാത്തിരിക്കുന്ന പപ്പിമോളെയാണ് കേട്ടോ. ഈ സമയം രാഘവനും അങ്ങോട്ടേക്ക് വരിക. പപ്പിമോളെ, മോളിവിടെ ആരെയോ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. പിന്നല്ലാതെ വിഷ്ണുവച്ചനെ കാത്തിരിക്കുവാ ഞാൻ. എത്ര നാളായി വിഷ്ണുവച്ചനെ കണ്ടിട്ട്. വിഷ്ണുവച്ചൻ വരുമ്പോൾ എനിക്ക് വിഷ്ണുവച്ചനെ കണ്ണു നിറയെ കാണണം. അതിനുവേണ്ടിയാ പപ്പിമോള് എങ്ങും പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ആ സമയം രാഘവൻ പറയണേ, ശരിയാ, ഇങ്ങനെ രണ്ടുപേര് ഇവിടെ ഇരിക്കുന്നതെന്ന് കാണുമ്പോൾ വിഷ്ണുവിന് ഒത്തിരി സന്തോഷമാകും. അത് കേൾക്കുമ്പോൾ പപ്പി ചോദിക്കണേ, രണ്ടുപേരോ? അതാരാ? ഞാൻ മാത്രമല്ലേ ഉള്ളത്? അപ്പോൾ രാഘവൻ പറയണേ, അപ്പം ഞാനോ? ഓ, അത് ശരി. അപ്പം മുത്തശ്ശനും വിഷ്ണുവച്ചനെ കാണാനായിട്ട് ഇരിക്കുവാണല്ലേ? ശേ, എന്താ വിഷ്ണുവച്ചൻ വരാത്തത്? സത്യാമ്മയൊക്കെ വന്നല്ലോ. അന്നേരം രാഘവൻ പറയണേ, വിഷ്ണു കോടതിയിൽ എന്തെങ്കിലും പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് തീർത്തു കഴിഞ്ഞാലും മോളുടെ വിഷ്ണുവച്ചനും ഉടനെ എത്തും. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിഷ്ണു ബുള്ളറ്റിൽ അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവിനെ കാണുന്നതും പപ്പിമോള് പുറത്തേക്ക് ഓടിച്ചെന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുക. ആ സമയം വിഷ്ണു പറഞ്ഞേ, മോളെ സൂക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പപ്പിമോളെ കയ്യിലെടുത്തോണ്ട് കുറച്ച് ഗൗരവഭാവത്തിൽ വീടിനകത്തേക്ക് കയറുവാണ്. അങ്ങനെ ഗൗരവത്തോടു കൂടി വീടിന് മുറ്റത്ത് നിൽക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.